ദീപിക്കൊന്ന് വിളിക്കണം. അല്ല, വിജിയുടെ അമ്മയാണല്ലോ വിളിക്കുന്നത്. എന്തിനായിരിക്കും? ഹലോ അമ്മേ, പറയമ്മേ, എന്തുണ്ട് വിശേഷം? നന്നായിരിക്കുന്നു മോളെ. മോൾക്ക് സുഖാണോ? ആ, എനിക്ക് സുഖാമേ. ഞാനിപ്പോ എന്തിനാ മോളെ വിളിച്ചെന്നറിയോ? ഇല്ലല്ലോ. എന്റെ മനസ്സിന്റെ സന്തോഷം മോളുടെ അടുത്തും കൂടി ഒന്ന് പങ്കുവെക്കാനാ. അങ്ങനെയാണോ അമ്മേ? അത്രയ്ക്ക് സന്തോഷമുള്ളത് എന്താ? വേഗം പറ, ഞാനും കേക്കട്ടെ അമ്മേ. നില ക്ലാസ്സിൽ എല്ലാ വിഷയത്തിലും ഫസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് കവിന്റെ മുത്തശ്ശി, അതായത് വിക്രമിന്റെ അമ്മ, നിലമോൾ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. എന്റെ നിലമോളെ ആ വീട്ടിലെ എല്ലാവരും ചേർന്ന് വളരെ കാര്യമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തത്. പൊന്നുപോലെ അവര് നോക്കിയത്. എന്റെ മരുമം വിക്രം അവൾക്കൊരു സൈക്കിളാ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത്. അവരുടെ അടുത്ത് പോയി വന്നേ പിന്നെ നിലമോൾ എത്ര സന്തോഷത്തിലാന്നറിയോ? എത്രയും പെട്ടെന്ന് തന്നെ എന്റെ 2 പേരക്കുട്ടികളെയും കൊണ്ട് എന്റെ വിജയും വിക്രമിനെയും ഞാൻ ഒന്നിപ്പിച്ചിരിക്കും. അതിലെനിക്കിപ്പൊ നല്ല വിശ്വാസമുണ്ട്. അതെല്ലാം നടക്കും അമ്മേ. പക്ഷെ വിക്രമിന്റെ ദേഷ്യത്തെയും വിജയുടെ ദേഷ്യത്തെയും ഒക്കെ അമ്മ എങ്ങനെ തണുപ്പിക്കുമെന്ന് എനിക്കറിയാത്തത്. എന്താന്ന് വെച്ചാ, അന്ന് ഞാൻ വിക്രമിനെ കണ്ടപ്പോ വിജയുടെ പേര് പറഞ്ഞപ്പോ തന്നെ അവനുണ്ടായ ദേഷ്യം ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. മോള് പറഞ്ഞത് ശരിയാ. വിജു അങ്ങനെ തന്നെയാ. വിക്രമിന്റെ പേര് കേൾക്കുമ്പോ തന്നെ ദേഷ്യം കൊണ്ട് തുള്ളുക. അതുകൊണ്ടാ ഞാൻ ഈ കാര്യത്തിന് കുട്ടികളെ തെരഞ്ഞെടുത്തത്. നിലമോൾ ഇപ്പൊ വിക്രമിന് ഒത്തിരി ഇഷ്ടാ. നിലമോളുടെ അടുത്ത് എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാൻ വിക്രമിന് ഒരു മടിയില്ല. അതുപോലെ കവിൻ മോനെ വിജയുടെ കൂടെ എനിക്ക് നല്ല കമ്പനി ആക്കിയിട്ടെടുക്കണം. കവിൻ എന്റെ മോനായിരുന്നെങ്കിലോ എന്നുള്ളൊരു ചിന്ത വിജയുടെ മനസ്സിൽ തോന്നുന്ന പോലെ ഞാൻ എന്തെങ്കിലും ചെയ്യും. നിലമോളെയും കവിനെയും കൊണ്ട് വേണം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ. ഉറപ്പായിട്ടും അവർ രണ്ടുപേരും ഒന്നാവേണ്ടതാമോ. അവരുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നതിനൊപ്പം ഈ കുട്ടികളെ വെച്ച് അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കുകയും വേണം. അച്ഛനില്ലാതെ നിലയും അമ്മയില്ലാതെ കവിനും ജീവിക്കുന്നത് കാണുമ്പോ അമ്മയ്ക്കതൊന്നും കണ്ടു നിൽക്കാനാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമേ. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് ഈ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കും. അതിന് എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ ഉറപ്പായിട്ടും അമ്മയുടെ കൂടെ ഉണ്ടാവും. ആവശ്യം വരുമ്പോ ഉറപ്പായിട്ടും ചോദിക്കും മോളെ. നീ അന്ന് വിക്രമിന്റെ ഫോട്ടോ കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കില്ലായിരുന്നു. വിക്രമിന്റെ മുഖം പോലും അറിയാതെ ഞാൻ എവിടെയെങ്കിലൊക്കെ ചുറ്റി തിരിഞ്ഞു നടന്നേനെ. ഇതിനൊക്കെ നന്ദി പറയേണ്ടത് മോളോട് മാത്ര. അമ്മേ, എന്താ ഇതൊക്കെ? അന്യരോട് സംസാരിക്കുന്ന പോലെയല്ലേ അമ്മ ഇപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനും അമ്മയുടെ മോളെ പോലെയല്ലേ? മോളെ പോലെയല്ല, മോള് തന്നെ. ഈ താങ്ക്സ് പരിപാടി ഒന്നും വേണ്ടാട്ടോ അമ്മേ. പിന്നെ ഞാൻ പിണങ്ങുവേ. ശരി ശരി ശരി, മോള് ദേഷ്യപ്പെടണ്ട. ഞാൻ നന്ദിയൊന്നും പറയുന്നില്ല, പോരെ? അയ്യോ ദീപികെ, സമയായല്ലോ മോളെ. വേഗം സ്കൂളിൽ പോയിട്ട് എനിക്ക് എന്റെ കൊച്ചുമക്കളെയൊക്കെ കാണാനുള്ളതാ. ഓഹോ, ഇത്രയും നാളും കൊച്ചുമോള് മാത്രമായിരുന്നു, ഇപ്പൊ ദേ കൊച്ചുമോനെ കാണണമെന്ന്. ആ മോളെ, കവിനെ കണ്ടിട്ട് അവനെ കുറച്ച് കൊഞ്ചിച്ച് പിന്നെ നിലമോളെയും കൊണ്ടുവരണം. ഇനി ഈ ഭാഗ്യലക്ഷ്മി ഭയങ്കര ബിസി ആയിരിക്കും. ശരി അമ്മ, കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ അമ്മയെ പിന്നെ വിളിക്കാട്ടോ. എന്ന് വെക്കട്ടെ. എന്തുപറ്റി? എന്തെങ്കിലും മുഖം ഡള്ളായിരിക്കുന്നേ? അല്ല, എനിക്ക് നിങ്ങളെ പറ്റി നന്നായിട്ടറിയാം. നിങ്ങളുടെ മനസ്സിനുള്ളിൽ എന്തോ അലട്ടുന്നുണ്ട്. അതെന്താണെന്ന് എന്നോടിപ്പോ തുറന്നു പറയണം. അവള് പറയുന്ന നീ കേട്ടില്ലേ? എന്താന്ന് വെച്ചാ പറയ് രാമേന്ദ്ര. അല്ല, പെട്ടെന്ന് നീ എന്താ അപ്സെറ്റ് ആയത്? ദേവയാനി,
നീ ഇപ്പൊ നല്ല സുഖമില്ലാതിരിക്കുക. അതുകൊണ്ട് ഈ സമയത്ത് പറഞ്ഞ നിനക്ക് ദേഷ്യം വരുള്ളൂ. നീ ഇത്രയും നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പറയാം. പ്രീതിയുടെ അമ്മ ചോദിച്ച പോലെ ഇനി ഒരിക്കൽ കൂടി വിജയലക്ഷ്മി വീട്ടിലേക്ക് വന്ന് വിക്രമന്റെ കൂടെ ജീവിക്കണം. അതുകൊണ്ട് പഴയതെല്ലാം മറന്ന് വിക്രമന്റെ കൂടെ പുതിയൊരു ജീവിതം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ന്യായമല്ലേ? അത് നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. എന്റെ അഭിപ്രായത്തിൽ വിജയലക്ഷ്മി അങ്ങനെ മോശക്കാരിയായ കുട്ടിയൊന്നുമല്ല. അവർക്കുള്ളിലുണ്ടായ ഈഗോയും അടിയും വഴക്കും അത് കാലങ്ങളോളം നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ചിന്നിച്ചിതറിയത് ഒത്തുചേരുന്നത് നല്ലതല്ലേ? അതിന് മുതിർന്നവരായ നമ്മളാണ് അവരോട് സംസാരിച്ച് ഒന്നിപ്പിക്കാൻ ശ്രമിക്കേണ്ടത്. അതല്ലേ അതിന്റെ ശരി. ഇപ്പൊ തന്നെ നിന്റെ സഹോദരനും ഭാര്യയും വിജയലക്ഷ്മി ഈ നാട്ടിൽ വെച്ച് കണ്ടു എന്നല്ല പറഞ്ഞേ. അവളിപ്പോ എവിടെയുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അവരൊരുമിച്ചിരുത്തി അവർക്കുള്ളിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഒരിക്കൽ കൂടി അവരെ ഒന്നിപ്പിക്കണമെന്നാ തോന്നുന്നത്. എനിക്കും രാമേന്ദ്രൻ പറയുന്നതാ ശരിയെന്ന് തോന്നുന്നു. രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? എന്ത് വിചാരിച്ചിട്ടാ നിങ്ങൾ എന്നോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ആ വിജയലക്ഷ്മി ശ്വസിക്കുന്ന കാറ്റുപോലും എന്റെ മകന്റെ ദേഹത്ത് തട്ടരുതെന്നാ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നേ. ഒട്ടും മനസാക്ഷി ഇല്ലാത്തതുകൊണ്ടല്ലേ വീണ്ടും ആ വിജയലക്ഷ്മിയെ നമ്മുടെ മോന്റെ തലയിൽ ഒരിക്കൽ കൂടി കെട്ടിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ദേവ്യാനി, പ്ലീസ് ദേഷ്യപ്പെടല്ലേ. നിനക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതല്ലേ? നീ ഒന്ന് സമാധാനപ്പെട് പ്ലീസ്. എനിക്ക് എങ്ങനെ സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റും? ഞാൻ എന്ത് കാര്യം നടക്കാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കണം. അത് കേട്ടാ എനിക്ക് ദേഷ്യം വരില്ലേ? ദേ നോക്ക്, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം മാത്രമല്ല എന്റെ മരണത്തിന് ശേഷവും നിങ്ങൾ ആഗ്രഹിച്ച ഈ കാര്യം ഒരിക്കലും നടക്കാൻ പാടില്ല. അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനത് തീരുമാനിച്ചതാ. പ്രീതി ആയിരിക്കും ഈ വീട്ടിലെ മരുമകൾ. ഇതിലൊരു മാറ്റം ഉണ്ടാവില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നിങ്ങളും കൺഫ്യൂഷനായി എന്നെയും കൺഫ്യൂഷനാക്കരുത്. പ്രീതിയാണ് ഈ വീട്ടിലെ മരുമകളാവേണ്ടതെന്ന് അന്ന് ഞാൻ പറഞ്ഞപ്പോ നല്ല ആലോചനയാണെന്ന് എന്നോട് പറഞ്ഞവരല്ലേ നിങ്ങള്? ഇപ്പൊ വിജയലക്ഷ്മി ഈ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ അവളെ കൊണ്ടുവന്ന് വിക്രവുമായിട്ട് ഒന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നല്ലേ? ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല.